ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ അധിപനാകുവാൻ ശ്രമിച്ച മഹാരാജാക്കന്മാരൊരാളാണ് അലക്സാണ്ടർ ചക്രവർത്തി. 20-ാം വയസ്സിൽ അദ്ദേഹം ആരംഭിച്ച പടയോട്ടം 32-ാം വയസ്സിലാണ് സമാപിക്കുന്നത്. രാജ്യങ്ങൾ ഓരോന്നായി കീഴടക്കി അറേബ്യൻ രാജ്യം കടന്ന് ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശം വരെ എത്തുകയുണ്ടായി. എല്ലായിടത്തും തൻ്റെ ശക്തിയും പ്രാഭവവും തെളിയിച്ചുകൊണ്ട് രാജ്യങ്ങൾ ഒന്നായി കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി 32-ാം വയസ്സിൽ നിസാരമായൊരു പനി മൂലം മരണപ്പെടുകയുണ്ടായി. അലക്സാണ്ടർ ചക്രവർത്തി പണിതുയർത്തിയ ആ സാമ്രാജ്യം ഇന്നില്ല. ആ സാമ്രാജ്യം പല രീതിയിൽ കീറി മുറിക്കപ്പെട്ട് പുതിയ പുതിയ സംസ്കാരങ്ങളായും രാജ്യങ്ങളായും രൂപപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഫ്രാൻസിനെ ശക്തമായ രീതിയിൽ അധീനതയിൽ കൊണ്ടുവന്ന മഹാരഥന്മാരിലൊരാളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട് രാജാവ്. അദ്ദേഹം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കുകയും യൂറോപ്പിൻ്റെ മുഴുവൻ അധിപനായി വാഴുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. യുദ്ധതന്ത്രങ്ങളാലും പടയാളികളുടെ ശക്തിയാലും അദ്ദേഹം പല രാജ്യങ്ങളുടെ മേലും അധികാരവും ആധിപത്യവും സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം പരാജയപ്പെടുകയും സെന്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ട് പണിതുയർത്തിയ ശക്തമായ സാമ്രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ തകർക്കപ്പെട്ടു. ഇന്ന് അത് പല രാജ്യങ്ങളായി കീറി മറിക്കപ്പെട്ട രീതിയിലാണ് നാം കാണുന്നത്. ഭാരതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ രാജ്യത്ത് ആധിപത്യമുറപ്പിച്ച് ഭരണാധിപന്മാരായി രാജ്യം ഭരിച്ച ധാരാളം ചക്രവർത്തിമാരുണ്ട്. അശോക ചക്രവർത്തി ഒരുപക്ഷെ പല നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് രാജാവായി അധിപനായി വാണ ചക്രവർത്തിയായിരുന്നു. എന്നാൽ കലിംഗ യുദ്ധത്തിൽ മാനസാന്തരമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളോർത്ത് വിലപിക്കുകയും ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ രാജാവായി മാറുകയുണ്ടായി. അദ്ദേഹം പണിതുയർത്തിയ ആ സാമ്രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഇന്ന് പുനർനിർണയം ചെയ്യപ്പെട്ട് പുതിയ രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അക്ബർ ചക്രവർത്തി ഭാരതത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ ചക്രവർത്തിമാരൊരാളായിരുന്നു. അദ്ദേഹം രൂപപ്പെടുത്തിയ സാമ്രാജ്യം വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പടയോട്ടം നടത്തിയിട്ടുണ്ടായി. അദ്ദേഹത്തിൻ്റെ യുദ്ധസന്നാഹങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളുമൊക്കെ ഏറെ ആകർഷിക്കപ്പെടുന്നതും ശ്രദ്ധ നേടുന്നതുമായിരുന്നു. എന്നാൽ അക്ബർ ചക്രവർത്തിയായ ആ മഹാന്റെ നേതൃത്വ രൂപപ്പെട്ട ആ സാമ്രാജ്യം ഇന്ന് പലതായി പല രീതിയിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ അറിയപ്പെടുന്ന രാജാക്കന്മാരിലൊരാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. അദ്ദേഹം നാട്ടുരാജ്യങ്ങളെ ഓരോന്നായി കീഴടക്കി ആധുനിക കേരളത്തിന് ഒരർത്ഥത്തിൽ രൂപകൽപ്പന നൽകിയ മഹാനായ ചക്രവർത്തിയായിരുന്നു. ശത്രുക്കളെ ഓരോന്നായി തകർത്ത് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പടയോട്ടം തുടരുകയുണ്ടായി. ഈ പടയോട്ടത്തിൽ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഭാരതത്തിൽ ഏറെ അറിയപ്പെടുന്ന ചക്രവർത്തിമാരൊരാളായി മാറി. എന്നാൽ ഈ ചക്രവർത്തിമാരൊക്കെ പണിതുയർത്തിയ സാമ്രാജ്യങ്ങൾ ഇന്ന് അസ്തമിച്ചിരിക്കുകയുണ്ടായി. ചരിത്രം പഠിക്കുന്ന കുട്ടികൾ ചരിത്രത്തിൽ പഠിക്കുന്നതൊഴിച്ച് ഈ രാജ്യങ്ങളെക്കുറിച്ചോ രാജ്യങ്ങളുടെ പ്രതാപങ്ങളെക്കുറിച്ചോ ആരെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് തോന്നില്ല. എന്നാൽ 2000 വർഷങ്ങൾക്കപ്പുറം കാലിത്തൊഴുത്തിൽ ഒരു രാജാവ് പറന്നു വീണു. അദ്ദേഹം രാജകൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലെ സൗന്ദര്യത്തിൻ്റെ തികവിലല്ല പിറന്നു വീണത്. പട്ടുമെത്തയുടെ മൃദുലതയോ വെഞ്ചാമരം വീശുന്ന സ്ത്രീകളുടെ ലാളനമോ ഒന്നും തന്നെ ആ രാജകുമാരന് സ്വീകാര്യമാകാത്ത രീതിയിൽ അദ്ദേഹം സാധാരണ ജീവിത സാഹചര്യത്തിലാണ് പിറന്നു വീണത്. അദ്ദേഹത്തെ സ്വീകരിക്കുവാനും എതിരേൽക്കുവാനും പട്ടുമെത്തയിൽ കിടത്തി പട്ടുവസ്ത്രങ്ങൾ അണിയുവാനോ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. പ്രഗത്ഭരും ശക്തരും ധീരനുമായ ചക്രവർത്തിമാർ പണിതുയർത്തിയ ശക്തമായ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി. ആ സംസ്കാരങ്ങളിൽ പുതിയ തലമുറകൾ പുതിയ സംസ്കാരങ്ങൾ പണിതുയർത്തി.
ആ രാജ്യ അതിർത്തികളിൽ പുനർനിർണയിക്കപ്പെട്ട് പുതിയ പുതിയ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും രൂപപ്പെട്ടു. അദ്ദേഹത്തെ അനുയാത്ര ചെയ്യുവാൻ ആയുധങ്ങൾ ഏന്തിയ പടയാളികളും അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്യുവാൻ വേണ്ടി വീര്യമാർന്ന പോരാളികളോ ഒന്നു തന്നെയില്ലായിരുന്നു. സാധാരണ മീൻപിടുത്തക്കാരായ പാവപ്പെട്ട മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു നീങ്ങിയത്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് ആരെയും കൊല്ലുവാനോ ആരെയും തകർക്കുവാനോ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യം തന്നെയായിരുന്നു. ഈ രാജ്യം സംസ്ഥാപിക്കപ്പെട്ടത് മനുഷ്യരുടെ ഹൃദയങ്ങളിലായിരുന്നു. അവിടുത്തെ ശിരസിൽ കിരീടമോ കൈകളിൽ അധികാരത്തിൻ്റെ ദണ്ണോ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ശിരസിൽ മുൾക്കിരീടവും കരങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ കൃപയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രകാരം സമാധാനത്തിൻ്റെ തേരോട്ടം നടത്തി നീതിയുടെ സത്യത്തിൻ്റെ ഒക്കെ സാമ്രാജ്യത്വത്തിൻ്റെ അധിപനായിട്ട് മാറിയ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ തിരുനാളാണ് നാം ആചരിക്കുന്നത്. രാജാവിനെക്കുറിച്ചുള്ള ചിന്തകളും രാജാവിനെക്കുറിച്ചുള്ള കഥകളുമൊക്കെ വെറും പഴങ്കഥകളായി മാറിയ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് രാജാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത് എന്നുള്ള ചിന്ത ഒരുപക്ഷെ മനസ്സുകളിൽ കടന്നു വരാം. യേശുക്രിസ്തു പണിതുയർത്തിയ സാമ്രാജ്യത്വം തകരാതെ ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ടും അവിടുത്തെ രാജ്യം ഇന്നും ഭൗതികമായ തലത്തെക്കാളുപരിയായി ആത്മീയമായ രീതിയിൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന രാജവാഴ്ചയായി നിലകൊള്ളുന്നതുകൊണ്ടും യേശുവിൻ്റെ രാജ്യത്വം ഇന്നും പ്രസക്തമാണ്. യേശുവിൻ്റെ രാജവാഴ്ച എന്നത് ദൈവരാജ്യത്തിൻ്റെ വാഴ്ചയാണ്. ദൈവരാജ്യത്തിൻ്റെ വാഴ്ച നിലകൊള്ളുന്നത് ഹൃദയ സിംഹാസനങ്ങളിലാണ്. ഹൃദയങ്ങളിൽ യേശുവാകുന്ന രാജാവ് ഭരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന രീതിശാസ്ത്രമാണ് ഈ രാജ്യത്തിൻ്റെ നിയമവും ചട്ടവും ഒക്കെയായി മാറുന്നത്. അപ്രകാരം യേശു സംസ്ഥാപിച്ച സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് സ്നേഹത്തിൻ്റെ സിംഹാസനമാണ്. സ്നേഹത്തിൻ്റെ സിംഹാസനം പ്രഭവ കേന്ദ്രമാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ അത് ഹൃദയത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിക്കുകയും ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന പ്രചോദക ഘടകമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ രാജ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നതുപോലെ തന്നെ നീതിയുടെ മനോഹരമായ ചക്രവാളത്തിൽ വലയം ചെയ്യപ്പെട്ടവയാണ്. നീതിയുടെ വ്യവസ്ഥിതിയാണ് ഈ രാജവാഴ്ചയുടെ പ്രത്യേകതയായി നിലകൊള്ളുന്നത്. നീതി സംസ്ഥാപിക്കപ്പെടുമ്പോൾ, നീതിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ, നീതിയുടെ ജീവിതക്രമങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെയൊക്കെ യേശു രാജാവായി വാഴുന്നു എന്നർത്ഥം. നീതി നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ഭരണക്രമത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യരെ ഓരോരുത്തരെയും നീതിയുടെ പാതയിൽ ആനയിക്കുവാൻ അവൻ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ രാജാവായി വാഴുന്നു എന്നതാണ് പ്രത്യേകത. അവിടുത്തെ രാജ്യത്വം സത്യത്തിനധിഷ്ഠിതമാണ്. സത്യമാർന്ന മാർഗവും നന്മ നിറഞ്ഞ മൂല്യങ്ങളും ഉൾച്ചേർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ രാജ്യത്തിൽ നന്മയുടേതും സത്യത്തിൻ്റെതുമായ മൂല്യങ്ങൾ വിളയിച്ചെടുക്കുവാൻ വേണ്ടി അവിടുന്ന് ഹൃദയരാജനായി വാഴുകയാണ്. നീതിയുടെയും സത്യത്തിൻ്റെയും നന്മയുടെയും മൂല്യങ്ങൾ നിറയുമ്പോൾ അവിടെ സ്വാഭാവികമായ ദൈവികമായ സമാധാനത്തിൻ്റെ അനുഗ്രഹ നീർച്ചാല് ഒഴുകിയിറങ്ങുന്നതിന് കാരണമായിട്ട് മാറുന്നു. കാരണം ഈ രാജ്യം സമാധാനപൂർണമായ ശാന്തി നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ രാജ്യമാണ്. ശാന്തിയും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ കൃപയുടെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു രാജാവായി വാഴുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എങ്കിൽ അവിടുത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ആ രാജവാഴ്ചയുടെ ഭാഗമായി മാറുകയാണ്. ഈ രാജവാഴ്ച അന്വർത്ഥമാകേണ്ടത് അവിടുത്തെ രാജാവായി സ്വീകരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വം രാജതിരുനാളായിട്ട് ആഘോഷിക്കുവാൻ ആരംഭിച്ചത് 1925 മുതലാണ്. 11-ാം പിയൂസ് പാപ്പയാണ് ഈ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഈ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നെറിയപ്പെട്ട
സാമ്രാജ്യങ്ങളുടെ അവസ്ഥാന്തരം അന്ന് വളരെ പരിതാപകരമായിരുന്നു. ദേശീയബോധം വളർന്നു വരുന്ന ഒരു കാലഘട്ടം, രാജാക്കന്മാരെല്ലാം അസ്ഥിരതയിൽ വസിക്കുന്ന ഒരു സാഹചര്യം, സെക്യുലർ സംവിധാനങ്ങളും സെക്യുലർ വെല്ലുവിളികളും രാജ്യത്തെ ആകമാനം വ്യാപകമാകുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ ആളുകൾ സെക്യുലർ മൂല്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ദേശീയവാദത്തിലേക്ക് കടന്നു വരികയും രാജകീയമായ അനാർക്കിയിലേക്ക് തളർന്നു വീഴുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ യേശുക്രിസ്തു ആകുന്ന രാജാവാണ് സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവ് എന്ന് ലോക ജനതയെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ഈ തിരുനാൾ ആഘോഷിച്ചത്. ഈ തിരുനാളിൻ്റെ ആഘോഷം ഒരർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെയും അല്ല, എല്ലാ സമൂഹങ്ങളുടെയും, ഈ പ്രപഞ്ചത്തിന് മുഴുവനും അധിപനായി വാഴുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനധിഷ്ഠിതമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള ആഹ്വാനമായി നിലകൊള്ളുകയാണ്. പൗരസ്ത്യ പാശ്ചാത്യ സംസ്കാരങ്ങൾ രാജാവ് എഴുന്നള്ളി വരുന്നതിനെ സംബന്ധിച്ചുള്ള പാരമ്പര്യങ്ങളുണ്ട്. പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഒരു രാജാവ് കുതിരയുടെ പുറത്താണ് എഴുന്നള്ളി വരുന്നതെങ്കിൽ ആ രാജാവ് യുദ്ധത്തിന് ഒരുക്കത്തോടുകൂടി വരുന്നു എന്നാണ്. യുദ്ധത്തിനായുള്ള കാഹളത്തോട് മുഴങ്ങുകയും ശത്രുക്കൾ രണാങ്കണത്തിൽ ആയുധങ്ങളുമായി പുറപ്പെട്ടുകൊണ്ട് യുദ്ധസന്നാഹം നടത്തുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൻ്റെ സ്വരം. എന്നാൽ രാജാവ് കഴുതയുടെ പുറത്താണ് എഴുന്നള്ളി വരുന്നതെങ്കിൽ യുദ്ധത്തിനായല്ല അദ്ദേഹം വരുന്നത്, മറിച്ച് സമാധാനം സംസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വരുന്ന രാജാവ് അനുരഞ്ജനത്തിന്റെ ഒരു അടയാളമായിട്ടാണ് കരുതപ്പെട്ടത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായി എഴുന്നള്ളി വരുന്നത് കഴുതയുടെ പുറത്താണ്. അവിടുന്ന് ആയുധങ്ങളുമേന്തി അക്രമങ്ങൾ നടത്തി മറ്റുള്ളവരെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയല്ല രാജാവായി കടന്നു വരുന്നത്. അവിടുന്ന് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാലങ്ങൾ പണിതുകൊണ്ട് മനുഷ്യരെ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ചേർത്തണയ്ക്കുവാൻ, സ്നേഹത്തിൻ്റെ അധിപനായി വാണുകൊണ്ട് സ്നേഹത്തിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് രാജാവായി കടന്നു വരുന്നത്. ഈ രാജ്യത്വം നീണാൽ വാഴുന്നത് സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ഭാഷ്യങ്ങളിലൂടെ അത് യാഥാർത്ഥ്യമാകുവാൻ ഉതകുന്ന രീതിയിലുള്ള രീതിശാസ്ത്രങ്ങളും കർമ്മ രീതികളും ജീവിത വഴിത്താരകളും രൂപപ്പെടുത്തുക എന്നത് അവിടുത്തെ ഹൃദയനാഥനായി സ്വീകരിച്ച് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. യേശുക്രിസ്തു രാജാവായി വാഴുന്നത് ഹൃദയങ്ങളിലാണ്. അവിടുന്ന് രാജാവാണ് എന്ന് ജനിച്ച മാത്രയിൽ തന്നെ ദൂരദേശത്തു നിന്ന് വന്ന ജ്ഞാനികൾ ഏറ്റുപറയുകയും അവരുടെ കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൊക്കെ ദൈവിക രാജ്യത്വത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുകയും അതിനനുസൃതമായ മൂല്യങ്ങളാണ് പ്രഘോഷിക്കുകയും ചെയ്തത്. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ജനങ്ങൾ ഭൗതികമായ രീതിയിൽ അവിടുത്തെ രാജാവായി അംഗീകരിക്കുവാൻ വേണ്ടി, രാജാവാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ബോധപൂർവം ആ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴി മാറുന്ന കർത്താവിനാണ് നമ്മൾ കാണുന്നത്. പിലാത്തോസ് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഭാവം മനസ്സിലാക്കിക്കൊണ്ട് നീ രാജാവാണോ എന്ന് ഉറക്കെ ചോദിക്കുന്നു. മൗനമായിരുന്നുവെങ്കിൽ തന്നെയും യേശുവിൻ്റെ മൗനമായ വാചാലതയിൽ അവിടുത്തെ ആത്മീയമായ രാജ്യത്വത്തിൻ്റെ വാഴ്ചകൾ അന്തർലീനമായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് മനോഹരമായ ഒരു അവതരണം. അവിടെയും ഈ കുഞ്ഞാടിനെ വാഴ്ത്തിപ്പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവാകുന്ന രാജാവ് ഇപ്രകാരം സിംഹാസനസ്ഥനായിരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ വിധിക്കുന്ന വിദ്യാളനായി നിലകൊള്ളുകയാണ്. ഈ രാജാവിൻ്റെ രാജ്യത്വം ആഘോഷിക്കുന്ന ഈ വേളയിൽ യേശു രാജാവായി വാഴുന്നത് അക്രമങ്ങൾ നിറഞ്ഞ ആധിപത്യങ്ങളിൽ ത്യാഗപൂർണമായ ജീവിത വഴികളിലാണ്. കാരണം അവിടുത്തെ ആധിപത്യം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ മുൾക്കിരീടം ചേർന്ന ഒന്നാണ്. ഈ മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട്
അനുഗ്രഹത്തിൻ്റെ കൃപയേകൊണ്ട് അവിടുന്ന് കരങ്ങളിൽ ഏന്തിയത് അധികാരത്തിൻ്റെ ദണ്ണായിരുന്നില്ല, സഹനത്തിൻ്റെ കുരിശായിരുന്നു. സഹനത്തിൻ്റെ കുരിശ് തൻ്റെ അധികാര ദണ്ണമായി മാറ്റിക്കൊണ്ട് ത്യാഗത്തിൻ്റെ കിരീടം അവിടുത്തെ രാജ്യത്തിൻ്റെ കിരീടമാക്കി മാറ്റിക്കൊണ്ട് പുതിയ രാജകീയ സംസ്കാരത്തിന് രൂപം കൊടുക്കുന്ന യേശുവാകുന്ന രാജാവിനെ നാം മനസ്സിലാക്കുന്നു. യേശു രാജാവായി വാഴുന്നത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാകുമ്പോൾ സ്നേഹം നമ്മുടെ ഭാഷയാകും. അവിടുന്ന് രാജാവായി ജീവിക്കുന്നത് നമ്മുടെ മനസ്സുകളിലാകുമ്പോൾ സത്യത്തിൻ്റെ നീതിപൂർണമായ സമീപനം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറും. യേശു രാജാവായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സമാധാനപൂർണമായ സമീപനങ്ങളിലൂടെയാണ്. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, കുരിശാകുന്ന ത്യാഗത്തിൻ്റെ മാർഗം സ്വീകരിക്കുക. അധികാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ചെങ്കോലും അതിൻ്റെ കിരീടവും ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും രാജകീയ പാതയിലൂടെ തീർത്ഥാടനം നടത്തുവാൻ ഈ തിരുനാൾ നമുക്ക് പ്രചോദനമേകട്ടെ.